الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവ്വലോക നിയന്താവായ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സും അറിയുന്ന അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആരാധനകളിൽ കണിശതയും നിഷ്ഠയും പാലിക്കുന്ന ആളുകൾ അള്ളാഹുവോടുള്ള കടമകളെ നിർവഹിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ അള്ളാഹുവോടുള്ള കടമകൾ നിർവഹിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യപൂർവ്വം ഇസ്ലാം കാണുന്നതാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇതര മനുഷ്യരോടുള്ള, നമ്മുടെ സഹജീവികളോടുള്ള കടമ. അത് രണ്ടും അതിന്റെ മഹത്വത്തോടെയും അതിന്റെ പ്രാധാന്യത്തോടുകൂടെയും നമ്മൾ ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സൂറത്തു അൽ മാഊൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള, പലപ്പോഴും നമസ്കാരങ്ങളിൽ ഇമാമിൽ നിന്നും നിരന്തരമായി നമ്മൾ കേൾക്കാറുള്ള ഒരു സൂറത്താണ് സൂറത്തു അൽ മാഊൻ. അതിന്റെ അർത്ഥത്തെക്കുറിച്ചൊരു ധാരണയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ രണ്ടു കാര്യങ്ങളെയും ഒരുപോലെ സമന്വയിപ്പിച്ച് പറയുന്നു എന്നതാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത. അതിന്റെ അർത്ഥവും ആശയവും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആരാധനകളിലേക്കും ഇസ്ലാമികമായ ശരിയായ ഒരു ജീവിത രീതിയിലേക്കും താൽപര്യം കാണിക്കുമ്പോൾ എന്തുകൊണ്ടോ അത്തരം ആളുകൾ സമൂഹത്തിൽ നിന്നും അകന്നകന്നു പോകുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഭയപ്പെടുന്നുണ്ട്. ദീനിന്റെ നിഷ്ഠകളും ആരാധനകളും പാലിക്കുകയും കൃത്യതയോടുകൂടെ പള്ളിയിൽ പോവുകയും മറ്റു കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുവോ, അതിന്റെ ചില നിഗൂഢതകളും ഭയങ്ങളും നമ്മുടെ കൂടെ ജീവിച്ചവർക്ക് ഉണ്ടാവാം. എന്നാൽ സഹോദരങ്ങളെ, എത്രമാത്രം അള്ളാഹുവോടുള്ള കടമകൾ നിർവഹിക്കുവാൻ നമ്മൾ ജാഗ്രത കാണിക്കുന്നുവോ
അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോടുള്ള കടമകളും നിർവഹിക്കണമെന്നാണ് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ആശയത്തെ നമുക്ക് അത്ര നിസ്സാരമായി കാണാൻ പറ്റൂല. എന്തുകൊണ്ടെന്നറിയോ? ഒരേ സമയത്ത് പരലോകത്തെയും ഇസ്ലാമിക ശരീഅത്തിനെയും കളവാക്കുന്നവൻ എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അദ്ദീൻ എന്ന് പറഞ്ഞതിന് സമന്വയിപ്പിച്ചും കൂട്ടിയോജിപ്പിച്ചും പറയാൻ പറ്റുന്ന അർത്ഥമാണ്. ഒന്ന്, പരലോകത്തൊരു വിചാരണയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നതിനെ ജീവിതത്തിൽ വ്യാജമാക്കി കളയുന്നു, അതിൽ വിശ്വസിക്കാത്തവൻ. എത്ര ഗുരുതരമായിട്ടുള്ള ഒരാക്ഷേപമാണ് സഹോദരങ്ങളെ ഇവിടെ നടത്തുന്നത്. പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ, സ്വർഗത്തെ ആഗ്രഹിക്കാത്തവൻ, നരകത്തെ ഭയപ്പെടാത്തവൻ. അതല്ലേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് എന്താണ്? അള്ളാഹു നൽകിയ നിയമങ്ങളെ അതിന്റെ ഗൗരവത്തോടെയും മഹത്വത്തോടെയും പരിഗണിക്കാതെ ദീനിനെ തള്ളിക്കളയുന്നവൻ, മതത്തെ വ്യാജമാക്കുന്നവൻ, മതത്തെ നിരാകരിക്കുന്നവൻ, മതത്തെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പാലിക്കാത്തവൻ. പിന്നെന്താ? ദീനിനെ തള്ളിക്കളഞ്ഞവെന്നും പരലോകത്തെ തള്ളിക്കളഞ്ഞവെന്നും ഒന്നിട്ട് അല്ലാഹു പറയാൻ. എങ്ങനെ തുടക്കം? നീ കണ്ടില്ലേ? ആക്ഷേപമാണിവിടെ, താക്കീതാണിവിടെ. എന്നിട്ട് എന്താ പറയുന്നത് സഹോദരങ്ങളെ? ഒന്നാമത്തെ കാര്യം നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സൂറത്ത്. ആദ്യം പറഞ്ഞത് എന്തേ? നിസ്കാരത്തെക്കാളും പ്രാധാന്യമുണ്ടെന്ന് പറയാനല്ല. ഫദാലികല്ലദീ യദുഉൽ യതീം, ഫദാലികല്ലദീ യദുഉൽ യതീം. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ മാസത്തിൽ അയച്ചു കൊടുത്തിട്ട് തൽക്കാലം സമാധാനിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ഇവിടെയുള്ള പ്രയോഗം. ഫദാലികല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടിയോടിക്കുന്നവൻ, തള്ളിക്കളയുന്നവൻ. അനാഥയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രയോഗത്തിൽ അവന് ചെലവിന് കൊടുക്കണമെന്നില്ല. ചെലവിന് കൊടുക്കണ സുഹൃത്തുക്കൾ, അത് ചെറിയ കാര്യമല്ല. എന്തുകൊണ്ട്? എല്ലാ അനാഥരും ഭക്ഷണത്തിനും ചെലവിനും ആവശ്യമുള്ളവരല്ല. ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ ഒരാളും നാളെ ആക്സിഡന്റിൽ മരിക്കാം. നാളെ അവന്റെ മകനും അവന്റെ കുട്ടിക്കും വേണ്ടത് പണമല്ല സുഹൃത്തുക്കളെ. ഒരു പിതാവ് നഷ്ടപ്പെട്ടതിന്റെ പരിഹാരമാണ് വേണ്ടത്. നമുക്കറിയൂ, കുട്ടികള് ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സ്കൂളിലും കോളേജിലും അല്ലാതെയൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. അവന്റെ കൂടെയുള്ളവർ വാപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. വാപ്പ വാങ്ങിത്തന്ന പേനയെക്കുറിച്ചും വാപ്പ വാങ്ങിത്തന്ന വാച്ചിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാച്ചില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വാപ്പ വാങ്ങിത്തന്ന വാച്ചില്ലല്ലോ എനിക്ക്, വാപ്പ വാങ്ങിത്തന്ന ഉടുപ്പില്ലല്ലോ എനിക്ക്, അവന്റെ ഒരു മനസ്സിന്റെ ആ ഒറ്റപ്പെടലുണ്ടല്ലോ. ഇതാണ് യതീം. അത് എപ്പോഴാ പരിഗണിക്കപ്പെടുന്നത്? പ്രായപൂർത്തിക്ക് മുമ്പാണ്. പ്രായപൂർത്തിക്ക് മുമ്പ് എന്തേ പരിഗണിച്ചു? പ്രായപൂർത്തിക്ക് ശേഷമുള്ള മിസ്കീനുകളില്ലേ ഇവിടെ? ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരില്ലേ ഇവിടെ? എന്തേ യതീമിന്റെ സ്ഥാനം കൽപ്പിക്കാതിരുന്നത്? യതീമിന് വേണ്ട ചില പരിഗണനകളുടെ സുഹൃത്തുക്കൾ, അതൊരു സാമൂഹിക ബന്ധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അല്ലേ? ചെലവ് കൊടുത്തിങ്ങനെ പള്ളിയിൽ വന്നിരിക്കുന്ന ഒരു രൂപമല്ലല്ലോ അത്. എവിടെ അനാഥയുണ്ടോ കുടുംബത്തിൽ, അവനെ താലോലിക്കാനും തലയിൽ കൈവെക്കാനും ആ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ നമ്മൾ? വാപ്പയുടെ അഭാവം പരിഗണിക്കാൻ അവനെ കൈപിടിച്ച് നമ്മുടെ മക്കളോടൊപ്പം ഹോട്ടലിൽ കയറുമ്പോൾ അവനും വേണ്ടേ കൂടെ? നമ്മൾ ടൂർ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും നമ്മുടെ ഒരു സീറ്റിൽ അവനും ഉണ്ടാവേണ്ടതില്ലേ? അവിടെ സുഹൃത്തുക്കളുടെ സാമൂഹിക ബന്ധത്തെയാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റൂല. പരലോകബോധമുള്ളവന് ഉൾവലിയാൻ പറ്റൂല. അവന് ക്രിയാത്മകതയോടുകൂടെ സമൂഹത്തിൽ ഇടപെട്ടേ പറ്റൂ. ഫദാലികല്ലദീ യദുഉൽ യതീം, യതീമിനെ ആട്ടിയോടിക്കുന്നവൻ, തള്ളിക്കളയുന്നവൻ, ഒരു ബാധ്യതയാകുമെന്ന് വിചാരിച്ചിട്ടും തെറ്റിയിട്ടും പിണങ്ങിയിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടും അവനെ അകറ്റി നിർത്താൻ ശ്രമിക്കാം. സുഹൃത്തുക്കളുടെ ആദരവ് നൽകുക. നമ്മുടെ ഇവിടെ ഡോക്ടർമാരുണ്ട്, ഓഫീസിലൊക്കെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. സുഹൃത്തുക്കളെ, ഒരു അനാഥക്കുട്ടിനെയും ഒക്കത്ത് വെച്ച് ഒരു വിധവ വന്നാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ മുന്നിൽ വന്നതിനേക്കാളും ഏറ്റവും വലിയ പണക്കാരൻ വന്നതിനേക്കാളും നിങ്ങൾ ആദരിക്കേണ്ടത് ആ അനാഥയാണ്. അനാഥയാണ് എന്നറിയുമ്പോൾ നമ്മുടെ മനോഭാവം മാറണം. അവരെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അവർ അനാഥയെ ആദരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ കൺസെപ്റ്റ് ഇനിയും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ചെലവിട്ടാൻ പ്രശ്നമില്ല. ഇവിടെ ഒരു സഹോദരി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ആവശ്യപ്പെട്ടു, ഒരു യതീം കുട്ടിക്ക് കുറച്ച് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്താ ചെയ്യാൻ? അങ്ങനെയാണ് നമ്മുടെ പള്ളിന്റെ കീഴിലെ ഓർഫൻ കെയർ ആരംഭിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ മുന്നോട്ട് വരുന്നു. ചെറിയൊരു ലിസ്റ്റ് കൊടുത്തപ്പോൾ 1000-ഓളം കുട്ടികളുടെ ലിസ്റ്റുകൾ നമുക്ക് തന്നു. അവരെ സ്പോൺസർ ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. പക്ഷേ ഒരു അനാഥക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലും വീട്ടിലും നാട്ടിലും നമ്മുടെ ഓഫീസുകളിലും കൺസൾട്ടിങ്ങിന്റെ ക്ലിനിക്കുകളിലും എല്ലാം കുട്ടികൾക്ക് കിട്ടണം. അതെങ്ങനെ കിട്ടുന്ന സുഹൃത്തുക്കളെ? ആദരിക്കാനും ബഹുമാനിക്കാനും ആളുകളെ അംഗീകരിക്കാനും ഒന്നല്ല.
പരലോകത്ത് നമ്മൾ പരലോകത്തെ കളവാക്കുന്നവരായി തീരാതിരിക്കാൻ എന്താ സഹോദര റസൂൽ തന്നെയൊക്കെ വാക്ക്, അത് നമ്മൾ വീണ്ടും ഒന്ന് വായിക്കണം. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും അനാഥയെ പരിചരിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് അള്ളാഹു റസൂൽ രണ്ടുപേരിലും ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ആദരവാണ് കൊടുക്കുന്നത്. നമ്മുടെ കൺസൾട്ടിങ്ങിന് വേണ്ടി വരുന്ന ലൈനിൽ അനാഥയായ ഒരു കുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം വിളിക്കാൻ. അവിടെ കുറച്ച് ആടെ നമ്പർ മറികടന്നാലും വലിയ പ്രശ്നമുണ്ടാവും. ഒരു ഓർഫൻ കുട്ടിയാണ്, വാപ്പില്ലാത്തൊരു കുട്ടിയാണ്, തൽക്കാലം ബാക്കിയുള്ളവർക്ക് മനസ്സിലായ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അയൽവക്കത്ത് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ആ കുട്ടിയെ പരിഗണിക്കണം. അതെന്തിനെ? പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടാനും നരകത്തിന് രക്ഷപ്പെടാനും. രണ്ടാമത് എന്തേ പറഞ്ഞു? പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടി അവർ പ്രേരിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കൾ, അത് കൊടുക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പല പ്രായശ്ചിത്തമായും പല സംഗതികളായിട്ടും ഇസ്ലാം നിശ്ചയിച്ചതാണ് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പലപ്പോഴും സാമ്പത്തികമായ പല ശേഷിയില്ലാത്ത നമ്മളെ കൊടുത്തിട്ടുണ്ട്. വെറുതെ 1000 റുപ്യക്കോ 2000 റുപ്യക്കോ നമ്മൾ കുറച്ച് സാധനങ്ങൾ പലരക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളെ വണ്ടിയിൽ ഒരു വീട്ടിലെത്തിച്ചാൽ അവിടെ ചിലപ്പോൾ ഒരു വയസ്സായ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഒരു വിധവയായ സ്ത്രീയെ ഉണ്ടാവുള്ളൂ. ഒരു 2000 രൂപന്റെ ഒരു കിറ്റ് ആ വീട്ടിലെത്തിയാൽ ഒരു കൊല്ലം അവരതോട് ജീവിക്കും. ഒരു കൊല്ലം ഒരല്പം വിറക് എവിടെയെങ്കിലും ശേഖരിച്ചിട്ട് ഒരു പാത്രം ഉണ്ടെങ്കിൽ അവർ കഴിഞ്ഞു കൂടിക്കൊള്ളു. ഇതൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തൊരു അവസ്ഥ നമുക്കില്ല. പക്ഷെ എന്തേ? സാമൂഹിക ബന്ധമില്ല. ആളുകൾ ചോദിക്കും നമ്മളോട്, ആരാന്ന് ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ ഇവിടെ ഉള്ളത്? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? നമ്മുടെ നിലവാരത്തിലുള്ള കുടുംബങ്ങളിലെ നമ്മൾ പോകുന്നുള്ളൂ, നമ്മുടെ നിലവാരമുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകുന്നുള്ളൂ. അതല്ല സുഹൃത്തുക്കളെ ഇസ്ലാം. പരലോകത്ത് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള മിസ്കീനെ കുറിച്ച് നമുക്ക് അറിയണം, ദരിദ്രന്മാരെ കുറിച്ച് നമുക്ക് അറിയണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം, അവിടെ സംരക്ഷകരായി നമ്മൾ മാറണം. ഇവിടെ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, പൈസ ഇല്ലാത്തവർക്ക് ഒരു ചെറിയ ഇളവയിന്ന് കിട്ടിയത്. പക്ഷെ ഖുർആന്റെ പ്രയോഗം മാത്രമില്ലല്ലോ, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കിൻ, പ്രേരിപ്പിക്കുന്നില്ല. പ്രേരിപ്പിക്കണം. ആത്മാർത്ഥമായി നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ നാട്ടിൽ, എന്റെ ഗ്രാമത്തിൽ അങ്ങനത്തെ ഒരു വിധവയും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിയണമെന്ന്. അസ്സാഇ അലൽ അർമില, ഒരു വിധവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ, വൽ മിസ്കീൻ, മിസ്കീൻ പാവപ്പെട്ടവൻ, മറ്റുള്ളവരിൽ നിന്ന് അഭിമാനത്തോടുകൂടെ മാറി നിന്ന് തന്റെ വേദനകളും വിഷമങ്ങളും ഇല്ലായ്മകളും സ്വയം സഹിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പരിശ്രമിച്ചാൽ കൽ മുജാഹിദി ഫീ സബീലില്ലാ, ഇറങ്ങിച്ചെല്ലണമെന്നല്ലേ സൂത്രം പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിച്ചെല്ലണമെന്നാണ്. സമൂഹത്തിൽ നിന്ന് വേറൊരു കോലം കെട്ടി മാറി നിൽക്കുന്ന ഒരു സംസ്കാരത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പരലോകത്തിൽ ബോധവും വിശ്വാസം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനും അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് പറ്റണം. അത് ആരാധനകളെ പോലെ തന്നെയാണ്. സുന്നത്തുകളെ പാലിക്കുന്ന പോലെയും നിസ്കരിക്കുന്ന പോലൊക്കെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം എന്ന് പറഞ്ഞപ്പോഴും കൂടെ എന്ത് പറഞ്ഞു? വലാ തഹാലൂന അലാ തആമിൽ മിസ്കീൻ. സുഹൃത്തുക്കളെ, അവിടെ അവസാനിപ്പിക്കണം. നാളെ പരലോകത്ത് അതിശക്തമായ നരകത്തെക്കുറിച്ച് അള്ളാഹു ഏറ്റവും ഭീകരമായി വർണ്ണിച്ചൊരു സ്ഥലമാണ് സൂറത്തുൽ അൽ-ഹഖ. എന്താണ് അവിടെ പറഞ്ഞത്? എന്താ അവിടെ പറഞ്ഞ സഹോദരങ്ങളെ? ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, പിടിച്ചു കെട്ടു, അവനെ നരകത്തിലേക്ക് എറിയുമെന്ന്. എന്ത് കാരണം? കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അത്യുന്നതനായ അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടി അവന് പ്രേരണ കൊടുത്തിരുന്നില്ല എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വല്ലാത്ത ആളുകൾ പരിഹസിച്ച് പറയാണ്. സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ അധികമായി കഴിഞ്ഞപ്പോൾ ആളുകൾ എല്ലാവർക്കും വലിയ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഇതൊന്നും ഒരു മത്സരത്തിന്റെ ഭാഗമല്ല. ഇതൊക്കെ ഇസ്ലാം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടുകയാണ്. ഇസ്ലാം എന്ത് പറയുന്നുവോ അത് മുഴുവനും സമ്പൂർണമായി സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മുമ്പ് കാണാത്ത പലതും കാണും. സുന്നത്തുകളിൽ കാണും, രൂപങ്ങളിൽ കാണും, പെരുമാറ്റങ്ങളിൽ കാണും, എല്ലാ രീതികളിലും കാണും. ആ ഒരു മാറ്റം ഇസ്ലാമിന്റെ ശരിയായ നടപ്പാക്കലാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ. നാളെ നരകത്തിൽ രക്ഷപ്പെടുന്ന ആത്മാർത്ഥതയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞതാണ്, അവർ ഭക്ഷണം കൊടുക്കും, അതിനോട് ഇഷ്ടമുള്ളതോടൊപ്പം ആർക്ക്? മിസ്കീനിനും യതീമിനും ബന്ധനത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോ സാമൂഹികമായ ബന്ധങ്ങളെ പാലിച്ച് അനാഥകളെ കണ്ടെത്തി അവർക്കൊരു നാഥനായി പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് മുഴുവനും ഒരു പ്രതികാരങ്ങളും പ്രേരണകളും നൽകുന്ന ഒരാളായി ജീവിക്കാൻ പറ്റാത്തവനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അടുത്തത് എന്തേ പറഞ്ഞു? അതാണ് ഈ സൂറത്തിന്റെ മഹത്വം. മുഫസ്സിരീങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഈ സൂറത്തിന്റെ ഏറ്റവും വലിയ കാമ്പായിട്ട് അവർ പറഞ്ഞത്
അള്ളാഹുവോടുള്ള ബാധ്യത പറഞ്ഞപ്പോ തന്നെ ജനങ്ങളോടുള്ള കടമയും പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനി എന്താ അടുത്ത് പറയാൻ പോണത്? ഫവൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അൽ മുസല്ലീൻ എന്ന് പറഞ്ഞോട് എന്തേ പറഞ്ഞു? ഒരു മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം പറഞ്ഞു അൽ മുൽതസിമീൻ. അൽ മുൽതസിമൂൻ ആരാണ്? നിസ്കാരം ഒറ്റ വക്തും ഒഴിവാക്കാത്ത ആൾക്കാരാണ് വരുന്നത്. നിസ്കാരം ഒറ്റ വക്തും ഒഴിവാക്കൂല, അത് കൃത്യമായിട്ട് അവർ നിർവഹിക്കും. പക്ഷെ എന്റെ സുഹൃത്തുക്കളെ പ്രശ്നമുള്ളൂ, ആ നമസ്കാരത്തിന് ചില അപൂർണതകളുണ്ട്. എന്തൊക്കെയാണ് ആ അപൂർണത? ഒന്ന്, നമസ്കാരം എന്ത് ചെയ്യൂല, സമയത്തും സന്ദർഭത്തിലും നിസ്കരിക്കൂല. ആ സമയം വൈകിയിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ, നമസ്കരിക്കുള്ളൂ എന്നാണ്. പിന്നെ മുസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്തപ്പോ വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നല്ലേ പറഞ്ഞത്? നമസ്കാരത്തിൽ അശ്രദ്ധമാകുന്നവർ എന്ന് പറഞ്ഞാൽ യാ അബത്ത, പിതാവേ, അറഅയ്ത ഖൗലഹു തആല, അല്ലാഹുവിന്റെ ഈ വാക്കിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് പിതാവേ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവിടെ നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ അയ്യുനാ ലാ യസ്ഹു ലാ യുഹദ്ദിസു നഫ്സഹു, മനസ്സിൽ ഓരോന്ന് തോന്നാത്ത ആൾക്കാരും നമസ്കാരത്തിൽ അശ്രദ്ധ വരാത്തവരും ആരാണുള്ളത്? അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, മോനെ, ലൈസ ദാക, അതല്ലട്ടോ ആയത്തിന്റെ ഉദ്ദേശം. ഇന്നമാ ഇളാഅത്തുൽ വഖ്ത്, സമയം പാഴാക്കി കളയലാണ്. യൽഹു ഹത്താ യുളിഅൽ വഖ്ത്, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാലോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കും. സുഹൃത്തുക്കളെ, ബാങ്ക് കൊടുത്താൽ എവിടെയാണോ നമ്മൾ എത്തേണ്ട ജമാഅത്തിന്റെ സമയം, അവിടേക്ക് എത്തുന്നതിനെ പറ്റിയാണ് ബാങ്ക് കേട്ടാലുള്ള ആദ്യത്തെ അജണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്ന് കഴിഞ്ഞിട്ട് എപ്പോ പോകാന്നല്ല. അപ്പൊ വൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിന്റെ ആദ്യ സമയം വരുമ്പോൾ ആ നിസ്കാരം എങ്ങനെ വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളയാം. ഇതന്നെയാണ് ഖുർആൻ പറഞ്ഞപ്പോ ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാ, നമസ്കാരത്തെ അവർ പാഴാക്കി കളയും. അങ്ങനത്തെ ഒരു തലമുറ പിൻതലമുറയായിട്ട് വരാനുണ്ട്. മറ്റൊന്നും ഉപേക്ഷിക്ക. നിസ്കാരക്കണ്ട് ഇടയ്ക്കൊരു വക്ത് ഇങ്ങനെ പോകും. ചിലപ്പോൾ സുബഹി ഉണ്ടാവൂല, ചിലപ്പോൾ ഇശാ ഉണ്ടാവൂല. പലരോടും ചോദിക്കുമ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ഹുമുൽ മുനാഫിഖൂൻ അല്ലദീന യത്റുകൂന സ്വലാത സിർറൻ വയുസല്ലൂനഹ അലാനിയ, പരസ്യമായ സന്ദർഭങ്ങളൊക്കെ നിസ്കരിക്കും, രഹസ്യത്തിൽ അവർ നിസ്കാരം ഉപേക്ഷിക്കും. അവരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇബ്നു കസീറിലും കാണാൻ പറ്റും. വേറെ കൂട്ടക്കുറിപ്പ് ചേർന്നത് അവസാന സമയം മഗ്‌രിബിക്ക് പള്ളിക്കൊക്കെ നമ്മൾ ഇങ്ങനെ വരുമ്പോ കാണാം അസ്ർ നിസ്കരിക്കുന്ന കുറെ ആൾക്കാർ. സുഹൃത്തുക്കളെ, മാറാൻ വേണ്ടി പറയാണ്, ആക്ഷേപിക്കാൻ പറയല്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്നും അങ്ങനെ തന്നെ, അതിനൊരു മാറ്റം വേണ്ടേ. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അതാണ് മുനാഫിക്കിന്റെ നിസ്കാരം. യജ്ലിസു വയർഖുബു ശംസ്, അങ്ങനെ ഇരിക്കും, എന്നിട്ട് സൂര്യൻ എങ്ങനെ കാത്തിരിക്കും. ഹത്താ ഇദാ കാനത ബൈന കർണൈ ശൈത്താൻ, ശൈത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ സൂര്യൻ എത്തുന്നവരെ, അസ്തമിക്കുന്നത് വരെ. എന്നിട്ട് എന്ത് ചെയ്യും? കാമ, അപ്പോൾ നീക്കും. ഓ, സമയം വൈകിയല്ലോ, മഗ്‌രിബ് ആകാനായല്ലോ എന്ന് അവർ എഴുന്നേൽക്കും. ഫനകറഹ അർബഅൻ ലാ യദ്കുറുല്ലാഹ ഫിഹാ ഇല്ലാ ഖലീലൻ, എന്നിട്ട് 4 കൊത്തും. അള്ളാഹിനെ കുറിച്ചൊരു ഓർമ്മയും ആ നിസ്കാരത്തിൽ അവൻ ഉണ്ടാവൂല എന്ന്. സുഹൃത്ത്, നിസ്കാരത്തിൽ ഒരു ജാഗ്രത കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പരലോക വിശ്വാസത്തിന്റെ ഒരു കുറവായിട്ട് വിലയിരുത്തപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ശരിക്കും നിസ്കരിക്കുക. അല്ലതിനകം യുറാവൂൻ, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല. ഈ നിസ്കാരല്ലേ സുഹൃത്തുക്കളെ പരലോകത്തിൽ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. ഞാൻ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൽ അല്പം കണിശത പറയാൻ പറ്റുന്ന ഒരു കാര്യം നിസ്കാരമാണ്. അത് അതിന്റെ രൂപത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ധാരാളം ആളുകൾ നിസ്കാരം തുടങ്ങിയ ആളുകളുണ്ട്. നമ്മുടെ ഈ ജുമാ കേൾക്കുന്ന ധാരാളം ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അടുത്തൊരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കേണ്ടത് നിസ്കാരത്തിന്റെ അർത്ഥം പഠിക്കാനാണ്. നമ്മൾ എന്തായിരുന്നാലും ആ വജ്ജകത്തിന്റെ അർത്ഥം, സുഹൃത്തുക്കളെ, 4 റക്അത്തിന്റെ അർത്ഥം പഠിക്കണ്ട, 1 റക്അത്തിന്റെ അർത്ഥം പഠിച്ചാൽ മതി. അതന്നെയാണ് 4ലും ചൊല്ലുന്നത്. ഒന്നാമത്തെ റക്അത്ത് ചൊല്ലിയ അതേ പാർട്ടികല്ലേ 4 റക്അത്തിൽ ചൊല്ലുന്നത്. ഒന്നാമത്തെ തുടക്കത്തിൽ ചൊല്ലിയ വജ്ജകത്വല്ലേ എല്ലാ നിസ്കാരത്തിലും ചൊല്ലേണ്ടത്. എല്ലാ റുക്കൂയിലും എല്ലാ സുജൂദിലും ഒരേ പ്രാർത്ഥന എന്ന് നമ്മൾ പഠിക്കാം. ഒരു ചെറിയൊരു പുസ്തകം വാങ്ങി ആ നിസ്കാരത്തിന്റെ ഒരു അർത്ഥം പഠിച്ചാൽ അത് നല്ലോണം മനസ്സിൽ ടച്ച് ചെയ്യുമ്പോൾ ആ നമസ്കാരം ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്ക് പറ്റുമെന്നാണ്. സുഹൃത്തുക്കൾ, അവസാനിക്കുന്നില്ല. പരലോകത്തെ കളവാക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ അവസാനം അള്ളാഹു പറഞ്ഞത് വയംനഊനൽ മാഊന, പരോപകാര വസ്തുക്കളെ തടയുന്നവർ. ശരിക്കും ഒരു നല്ല വിലയിരുത്തലാണ് സുഹൃത്തുക്കൾ. പരോപകാര വസ്തു എന്നുണ്ടെങ്കിൽ കൈവിട്ട് കൊടുക്കല്ല. ഒരു 50,000 25,000 കൈവിട്ട് കൊടുക്കല്ല. നമ്മുടെ വീട്ടിലെ വിലപ്പെട്ടൊരു വസ്തു നീ കൊണ്ടേക്കോർന്ന് കൊടുക്കല്ല. ഒരു 10 മിനിറ്റ് എടുത്തേക്ക്, അരമണിക്കൂർ എടുത്തേക്ക് ഇതിന്റെ ഒരു വാഹനം, ഒരു എമർജൻസിക്ക്, അല്ലെങ്കിൽ ഒരു കത്തി, വീട്ടിലൊരു ചെറിയ ഉപകരണം, അത് ചോദിക്കുമ്പോൾ എന്താ എനിക്കത് കൊടുത്തിട്ട് കാര്യം?
എന്താ എനിക്കത് കൊടുത്തിട്ട് കാര്യം? സുഹൃത്തുക്കളെ, ഈ മനസ്സൊന്നും ഇനിയും പല ആളുകൾക്കും മാറിയിട്ടില്ല. നമ്മുടെ കിണറ്റിൽ നിന്ന് ഒരാൾ ബക്കറ്റും വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ എന്റെ കയറ് തേഞ്ഞു പോകുന്നതുകൊണ്ട് എനിക്കെന്താ ലാഭം എന്ന് ചിന്തിച്ച പിന്നെ അവന്റെ മനസ്സിൽ എന്ത് പരലോകമുള്ളൂ? ആ തേഞ്ഞു പോകുന്ന കയറിന്റെ അംശങ്ങൾക്ക് പോലും ഒരു കൂലി വരാനൊരു നാളുണ്ടെന്ന് മനസ്സിലില്ലെങ്കിൽ സുഹൃത്തുക്കളെ, എന്ത് പരലോക വിശ്വാസമാണ് മനസ്സിലുള്ളത്? ഞാൻ ഈ കൊടുക്കുന്ന സാധനം കേട് വന്നു പോയാലും എനിക്ക് അല്ലാഹു ഒരു പരലോകമുണ്ടല്ലോ, യൗമുദ്ദീൻ, പ്രതിഫലത്തിന്റെ ഒരു നാളുണ്ടല്ലോ. അന്ന് മിസ്കാലുദർറ, അണുമണിത്തൂക്കവും കനം തൂങ്ങുന്ന ഒരു നാളുണ്ടല്ലോ. അവിടെ എനിക്ക് കൂലി കിട്ടുന്ന വിശ്വസിക്കുന്നവനെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ചൊരു ഉപകാരങ്ങളോ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഈ ഒരു മനസ്സ് നമ്മുടെ പരലോകബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും അവസ്ഥയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു പുതിയ മാറ്റം സമൂഹത്തിൽ വരുന്നു. നമ്മൾ അതിനെ ഭീതിയോടുകൂടെ കാണരുത്, നല്ല സന്തോഷത്തോടുകൂടെ കാണാം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന് പകർന്നു കൊടുത്ത ഇസ്ലാമുണ്ടല്ലോ, 23 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ ഏത് കാലത്തും ഏതു നാട്ടിലും ഏത് സമൂഹത്തിലും എന്നും ആവശ്യമുള്ള ഒരു ജീവിത വ്യവസ്ഥ അന്ന് പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, അതിനെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ്. നിങ്ങൾ വായിച്ചു കാണും, നോക്ക്, നിങ്ങൾ നമ്മുടെ വീട്ടിലെ പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ നടക്കുന്നത്? പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നു, അനാഥകളായ കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുന്നു. എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സന്ദേശം അന്ന് ഇതര 8ാം വർഷങ്ങളിൽ നിർവഹിച്ചതുപോലെ എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ ഒരു ലഘുലേഖയോ ഒരു പുസ്തകം എത്താൻ നമ്മൾ പരിശ്രമിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും മര്യാദകളും ഇസ്ലാമിന്റെ ആസാറുകളും ഇസ്ലാമിന്റെ അടയാളങ്ങളും വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു പുതിയ മാറ്റമാണ്. ഇതിനൊക്കെ എന്താ അറിയൂ, ഒരു വിഭാഗീയതയോടുകൂടി ഒരു ഗ്രൂപ്പായിട്ടൊന്നും കാണാതെ സുഹൃത്തുക്കളെ, എല്ലാ നന്മകളെയും പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. എത്ര സമ്പൂർണ്ണമാണ് ഈ സൂറത്ത്! അള്ളാഹുവോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം മനുഷ്യരോടുള്ള കടമകളും നിർവഹിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന മഹത്തായ ഒരു അധ്യായം. അതുകൊണ്ട് ഇത് നമ്മളിലേക്കൊന്ന് ചേർത്ത് വെച്ച് വായിക്കാം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ കുടുംബത്തിലെ ഒരു അനാഥ അവഗണിക്കപ്പെട്ടോ നമ്മളോട് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള പാവപ്പെട്ടവരും വിഷമിക്കുന്ന ആളുകളും ഭക്ഷണത്തിന് ഗതിയില്ലാത്തവരിലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടോ ഒരു സമരവീര്യത്തോടെ അവിടെ വീടുകളിലേക്ക് എന്ന് നമ്മളൊന്ന് മനസ്സുകൊണ്ട് കൂട്ടുക. നമ്മുടെ നിസ്കാരമൊക്കെ ഒന്നും കൂടി ശരിയാവേണ്ടതില്ലേ എന്ന് ചിന്തിക്കാം. അള്ളാഹുവോടുള്ള കടമകളും ജനങ്ങളുടെ കടമകളും എല്ലാം ഇസ്ലാമികമായ നിലക്ക് നിർവഹിക്കുവാനും അതിന്റെ പൂർണ്ണത പ്രാപിക്കുവാനും അങ്ങനെ ഒരു നല്ല മുസ്ലിമായി മരണപ്പെട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് തന്നെയാണത്. അതായത് നമ്മൾ പല ആളുകളും ധാരാളക്കണക്കിന് സേവന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എത്രയാണ് സേവനങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ആളുകൾക്ക് ഗവൺമെന്റ് കിട്ടുന്ന പല സഹായങ്ങളും സഹകരണങ്ങളും ബന്ധപ്പെട്ട് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ, ധാരാളം ആളുകൾ ജീവിതത്തിന്റെ വലിയൊരു സമയം സേവനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ആളുകളുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു പരലോക വിശ്വാസി എന്ന നിലക്ക് അത്തരം പൊതുപ്രവർത്തകരോടും സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഇസ്ലാമികമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഇതൊന്നും ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടിയോ ജനങ്ങളുടെ ഒരു പ്രീതിക്ക് വേണ്ടിയോ ചെയ്യേണ്ട കാര്യമല്ല സുഹൃത്തുക്കൾ. അത് ആത്മാർത്ഥമായി ചെയ്താൽ മതി. ഇനി ആത്മാർത്ഥമായി നമ്മൾ ചെയ്താൽ പരലോകത്ത് നമുക്ക് കൂലി കിട്ടുക മാത്രമല്ല, അതിന്റെ ഭൗതികമായ ഗുണങ്ങളും അള്ളാഹു നമുക്ക് തന്നുകൊള്ളും. മൻ സമ്മ അല്ലാഹു ബിഹി. ആരെങ്കിലും ആളുകളിൽ ഒരു പേരെടുക്കാൻ വേണ്ടി, ഒരു നല്ല കീർത്തി കിട്ടാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവൻ അത് നേടിക്കൊടുക്കുന്നു പറഞ്ഞാൽ അവൻ ആളുകളിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്ന നിലക്കു തന്നെ അവനെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അങ്ങനെ ആയിത്തീരുന്നത്. അവൻ എന്ത് ചെയ്താലും അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാണ് എന്ന് ആ ഉദ്ദേശത്തിൽ ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കപ്പെടുമെന്നാണ്. അമ്മ യുറ ഇല്ലാഹു. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയും ആളുകൾ കാണാൻ വേണ്ടിയും ചെയ്യുന്ന ഒരു അവസ്ഥ മനസ്സിൽ നിന്ന് ഒഴിവാക്കി നല്ലൊരു നീയത്ത് നമുക്കുണ്ടായാൽ ആ നീയത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗവും അതേപോലെ തന്നെ ലോകത്തെ രക്ഷയ്ക്കും വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ നന്മകളും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മുടെ പല ആളുകളും
പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മോട് പ്രത്യേകമായി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് എന്ന് പറഞ്ഞ് അവരുടെ മകൻ വിളിച്ചിരുന്നു. അതേപോലെ തന്നെ സഹോദരങ്ങളെ വളരെ അത്യാസന്ന നിലയിൽ നമ്മുടെ കൂടെ ജുമാക്ക് മറ്റ് പങ്കെടുക്കുന്ന ചില ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടിലുണ്ട്. കഴിഞ്ഞ ഇന്നും ഇന്നലെയുമായിട്ട് നമ്മൾ വളരെ പരിചയമുള്ള പല ആളുകളുടെയും മരണ വാർത്തകൾ നമ്മൾ അറിഞ്ഞു. അള്ളാഹുവിടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നാളെ പരലോകത്ത് അവർക്ക് സമാധാനവും സൗഖ്യവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. രോഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കപ്പെട്ട ബന്ധുക്കൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين اللهم صل